നമസ്കാരം. ശിവടീച്ചറിന്റെ മലയാളം ക്ലാസ്സിലേക്ക് സ്വാഗതം. നമുക്കിന്ന് പഠിക്കാനുള്ളത് കേരള യൂണിവേഴ്സിറ്റിയുടെ BCA കോഴ്സിലെ ഒരു കഥാഭാഗമാണ്. പെൺബുദ്ധി എന്നാണ് ഈ കഥയുടെ പേര്. കെ സരസ്വതി അമ്മയാണ് ഈ കഥ എഴുതിയിരിക്കുന്നത്. ആദ്യകാല ചെറുകഥാ കൃത്തുക്കളിൽ വളരെ പ്രമുഖയാണ് കെ സരസ്വതി അമ്മ. അവരുടെ പെൺബുദ്ധി എന്ന കഥയിലേക്ക് കടക്കാം. അവൾ പലരെയും ആകർഷിച്ചു, പലരെയും വെറുപ്പിച്ചു. അനുസരണ ഇല്ലാത്ത താന്തോന്നി പെണ്ണ്, വളർത്തി വഷളാക്കി എന്നൊക്കെ ചിലർ അവളെക്കുറിച്ച് പറഞ്ഞു. മറ്റു ചിലർ പറഞ്ഞു, എന്തിന് തന്റേടവും ചുണയുമാണ്, പെൺകുട്ടികളായാൽ ഇങ്ങനെ വേണം. അധികം കൊഞ്ചിച്ചാൽ കാശിന് കൊള്ളരാതെ തീരുമെന്നൊക്കെ പറയുന്നത് തെറ്റാണ്. കാരണം അവള് നല്ല മിടുക്കിയാണ്. അപ്പൊ ഇവിടെ ഒരു മിക്സഡ് സ്കൂളിലാണ് ഈ കുട്ടി പഠിക്കുന്നത്. അപ്പൊ അതുവരെ കുട്ടിയുടെ പേര് പുറത്ത് പറയുന്നില്ല. അപ്പൊ പെൺകുട്ടികൾ പലരും അവിടെ ലജ്ജിച്ചൊക്കെയാണ് കഴിയുന്നത്, കൂടുതൽ ആൺകുട്ടികളായതുകൊണ്ട് തന്നെ. പക്ഷേ ചോദ്യങ്ങൾക്ക് ചോദിക്കുമ്പോൾ ചാടി എഴുന്നേറ്റ് ഉത്തരം പറയുന്ന ആളാണ് ഇതിലെ കഥാനായിക വിലാസിനി. അപ്പൊ മുഖം പൊത്തി ഒക്കെ പറയുന്നത്, അല്ലെങ്കിൽ എന്നെ ഞാനൊരു നിങ്ങളൊരു കാര്യം, അപ്പൊ ചിലപ്പോൾ ചില അധ്യാപകർ പറയും, ദയവേത് ഞങ്ങൾ എന്തെങ്കിലും ചോദിക്കുമ്പോൾ നിങ്ങൾ മുഖം പൊത്തിയെന്ന് എഴുന്നേറ്റ് നിൽക്കരുത്, നല്ല തന്റെ അടുത്തോട് ഉത്തരം പറയണം എന്നൊക്കെ പറയും. പക്ഷെ പെൺകുട്ടികൾ പലപ്പോഴും ലജ്ജാലുക്കളായിട്ടാണ് കാണപ്പെടുന്നത്. ആ വിലാസിനിയെ കണ്ടു പഠിക്കുമെന്ന് അധ്യാപകർ എപ്പോഴും മറ്റു പെൺകുട്ടികളോട് പറയും. അപ്പൊ ഈ വിലാസിനിക്കാണെങ്കിൽ അതിശയം, എന്തിനാണ് ഈ കുട്ടികൾ ഇത്രയധികം നാണം കാണിക്കുന്നതെന്ന് നമ്മൾ ചിന്തിക്കും. അധ്യാപകൻ എന്തെങ്കിലും ചോദിച്ചാൽ ചാടി എണീറ്റ് ഒരു ഉത്തരം കൊടുക്കുക എന്നുള്ള വിലാസിനിയുടെ ഒരു പ്രത്യേകതയായിരുന്നു. അപ്പോൾ ഇതിനകത്ത് വിദ്യാർത്ഥി സമാജം ഉണ്ടല്ലോ, സ്റ്റുഡൻസിന്റെ ഗ്രൂപ്പ്, അതിൽ ആൺകുട്ടികളും പെൺകുട്ടികളെയും പ്രതിനിധിയായിട്ട് കാര്യദർശിയും ദർശിനിയും തിരഞ്ഞെടുക്കപ്പെടും. അപ്പൊ മിക്കവാറും കാര്യം നടത്തുന്നതെല്ലാം ആൺകുട്ടികളായിരിക്കും, പെൺകുട്ടിയുടെ പേരിന് മാത്രമായിരിക്കും. പക്ഷേ വിലാസിനി വന്നപ്പോഴേക്കും ആ കാര്യം നേരെ തിരിച്ചായി. പ്രസംഗത്തിനും കവിതയ്ക്കും വാദപ്രതിവാദങ്ങൾ ഉണ്ടെങ്കിൽ എല്ലാത്തിനും വിലാസിനി കൂടിയേ തീരും. അപ്പൊ ഏതോ ഒരു ദിവസം വാർഷികാഘോഷം സംബന്ധിച്ച് ചർച്ച വന്നപ്പോൾ അന്ന് വീട്ടിലെ ഒരു കല്യാണം ഉണ്ടെന്ന്, അസൗകര്യമാണെന്നൊക്കെ വിലാസിനി പറഞ്ഞപ്പോൾ ഹെഡ് മാസ്റ്റർ പറഞ്ഞു, വിലാസിനി ഇല്ലെങ്കിൽ കല്യാണമൊക്കെ അവിടെ നടക്കും, പക്ഷേ ഇവിടെ വിലാസിനി ഇല്ലെങ്കിൽ കാര്യങ്ങളൊന്നും നടക്കില്ല. കാരണം റിപ്പോർട്ട് വായിക്കണം. അപ്പൊ അധ്യക്ഷനെ മറ്റും സ്വീകരിക്കാനും റിപ്പോർട്ട് വായിക്കാനും മറ്റേ കൂടെയുള്ള പയ്യനെ കൊണ്ടൊന്നിനും കൊള്ളില്ല. അവനൊരു മൂലയിൽ ഇരുന്നോട്ടെ, ഇനി വിലാസിനിയാണ് ഇതൊക്കെ ചെയ്യേണ്ടതെന്ന് പറയുന്നു. ഒരു കാലത്ത് വനിതാ വക്കീലാകേണ്ടവളാണ് നീ എന്ന് അദ്ദേഹം പറഞ്ഞു. പിന്നെ അവിടെ നിന്ന് ജയിച്ച് പെൺപള്ളിക്കൂടത്തിൽ ചേർന്നപ്പോൾ വിലാസിനിക്ക് ഒരു വല്ലാത്ത അസ്വാഭാവികത, അതായത് മഴ നനഞ്ഞും മരം കയറിയൊക്കെ നടന്ന അവളോട് എല്ലാവരും ഒരു അപരിചിതത്വം, ഒരു വെറുപ്പാണ് ആദ്യം കാണിച്ചത്. പക്ഷെ പരീക്ഷ കഴിഞ്ഞ് മാർക്കൊക്കെ വന്നപ്പോൾ അധ്യാപകർക്കെല്ലാം അവളോട് വളരെ സ്നേഹമായി. പക്ഷെ പെൺപള്ളിക്കൂടത്തിന് വല്ലാത്തൊരു തരക്കേടുണ്ടെന്ന് അവൾ കണ്ടെത്തി. പഠിക്കാൻ മിടുക്കരെയാണ് അധ്യാപകർക്ക് ഏറ്റവും ഇഷ്ടം. പൊതുവെ അധ്യാപികമാർക്ക് അങ്ങനെയല്ല. കുട്ടിയുടെ അച്ഛന്റെ ഉദ്യോഗം, ആഭരണ, സൗന്ദര്യം ഇവയിലേക്കാണ് നോട്ടം. ബുദ്ധിശക്തിക്കും പഠന സാമർഥ്യത്തിനും രണ്ടാം സ്ഥാനമേ ഉള്ളൂ. വിദ്യാർത്ഥിനികളും അങ്ങനെ തന്നെ. കാണാൻ ചന്തമുള്ള മോടിയായി അണിഞ്ഞൊരുങ്ങുന്ന അധ്യാപികയാണ് അവർക്ക് ഇഷ്ടം. അപ്പൊ പഠിപ്പിക്കാൻ കഴിവുള്ളവരെ ഇഷ്ടപ്പെടുന്ന വിലാസിനെ പോലുള്ള കുറച്ച് ആളുകളെ ഉണ്ടായിരുന്നുള്ളൂ. വിദ്യാശാലയായിൽ കൂടി സ്ത്രീകളുടെ ഇടയിൽ ബുദ്ധിശക്തിക്ക് വലിയ പ്രാധാന്യമില്ലെന്ന് വിലാസിനി മനസ്സിലാക്കുന്നുണ്ട്. ക്രമേണ അണിഞ്ഞൊരുങ്ങുന്നവരുടെ കൂട്ടത്തിൽ അവളും പെട്ടു. അത് അപ്പോഴേക്കും അവളുടെ മാർക്കിനൊക്കെ വളരെ കുറവ് വന്നു. അവൾക്ക് അശ്രദ്ധയുണ്ടായതായിട്ടാണ് പറയപ്പെടുന്നത്. സ്കൂൾ ഫൈനലിൽ ജയിച്ചപ്പോൾ പഠിത്തം തുടരാൻ പണക്കുഴപ്പം അവളെ അനുവദിച്ചില്ല. മാത്രമല്ല അവളെ പഠിപ്പിച്ച പലർക്കും, പ്രധാനമായും മിഡിൽ സ്കൂൾ ഹെഡ് മാസ്റ്റർക്ക് വലിയ ദുഃഖം തോന്നി. പുസ്തകങ്ങൾ നേരെ വായിക്കാതെ വികൃതി പെണ്ണായിട്ട് നടന്ന അവൾ ക്ലാസ്സിൽ ഒന്നാമതായിട്ടാണ് ജയിക്കുന്നത്. അവളുടെ മാർക്ക് കണ്ട് കണക്ക് പഠിപ്പിക്കുന്ന അധ്യാപകർ പറഞ്ഞു, ഇത്രയും ബുദ്ധിശക്തിയുള്ള ഒരു കുട്ടിയെ ഞാൻ കണ്ടിട്ടില്ല. അടുത്ത 2 കൊല്ലം വിലാസിനി വെറുതെ വീട്ടിൽ നിന്നു. അവൾക്ക് ഒരു ഉടമസ്ഥനെ വാങ്ങാൻ രക്ഷിതാക്കൾ വിലപേശുന്നതിനിടയിൽ അവൾ കിട്ടുന്ന പുസ്തകങ്ങളെല്ലാം വായിച്ചു തള്ളി. 3-ാം കൊല്ലം സ്വന്തം ഇഷ്ടം അനുസരിച്ച് അവൾ ടൈപ്പ് റൈറ്റിംഗ് ഇൻസ്റ്റിറ്റ്യൂട്ടിൽ ചേർന്നു. മിഡിൽ സ്കൂളിലെ ചെറിയ കുട്ടികൾ തമ്മിലുള്ള നിസ്സഹകരണ ഭാവം ഇവിടുത്തെ മുതിർന്നവരിലെ, അതായത് അവൾ ടൈപ്പ് റൈറ്റിംഗ് ഇൻസ്റ്റിറ്റ്യൂട്ടിൽ ചെന്നപ്പോൾ അവളോട് ശത്രുതാഭാവമാണ് എല്ലാവർക്കും ഉണ്ടായിരുന്നത്. അപ്പൊ അതിനകത്തും തന്നെ ആകർഷിക്കാൻ ചിലർ ശ്രമം നടത്തുന്നതിന്റെ അവള് കണ്ടെത്തി. വിലാസിനി അന്നപൂർണിയുമായിരുന്നു അവിടുത്തെ അപൂർവം മിടുക്കരായ വിദ്യാർത്ഥികൾ. അപ്പൊ അവര് വലിയ സൗഹൃദത്തിലെത്തി. അപ്പൊ ഈ സൗഹാർദ്ദത്തിനും എന്താണ് മറ്റുള്ളവർ പറയുന്നത് കേട്ടപ്പോൾ അവൾക്ക് വിഷമം തോന്നി. വിവാഹിതയായതിനാൽ അന്നപൂർണി അപവാദത്തിൽ നിന്ന് രക്ഷപ്പെട്ടു. ആളുകൾക്ക് എന്തോ കുഴപ്പമുണ്ടെന്ന് വിലാസിനി എന്നെ പറഞ്ഞു. അപവാദങ്ങൾ പലതും പറഞ്ഞു കേൾപ്പിച്ച സ്നേഹിതകളോട് വിലാസിനി പറഞ്ഞു, അതൊന്നും സത്യമല്ല. പഠിത്തത്തിൽ ശുഷ്കാന്തിയുള്ള ഒരു കുട്ടി എന്നുള്ള നിലയിലാണ് അന്നപൂർണയെ എനിക്ക് ഇഷ്ടം. ഒരു സ്ത്രീക്ക് പുരുഷനോട് തോന്നുന്ന ഒരു സ്നേഹം എനിക്ക് ഒരുത്തിനോട് ഇതിനകത്തും വെളിയിലും ഇതുവരെയും തോന്നിയിട്ടില്ല. എന്നിട്ട് അവളുടെ ആത്മാർത്ഥത സംശയിക്കപ്പെടാവുന്നതായിരുന്നില്ല. എന്നിട്ട് ഒരു കുട്ടി ചോദിച്ചു, മറ്റെല്ലാവരുടെയും കാര്യത്തിൽ ശരിയാണ്, പക്ഷെ വ്യോമകേശ നേരോട് നീ ഒരുപാട് സമയം സംസാരിച്ചു നിന്നല്ല, അത് എന്തിനായിരുന്നു? അതിനെന്ത്? ബുദ്ധി കൂടി കാണും തോറും കൂടുതൽ ഇഷ്ടം തോന്നാൻ സ്വാഭാവികമല്ല. എനിക്ക് ബുദ്ധിപരമായ ഒരു ആകർഷണമാണ്
ഈ ഇൻസ്റ്റിറ്റ്യൂട്ടിലുള്ളത്. അപ്പൊ ഈ അന്നപൂർണിയും ഈ വിലാസിനിയും മാത്രമാണ് പെൺകുട്ടികളായിട്ട് ഉണ്ടായിരുന്നത്. അതുകൊണ്ട് തന്നെ അവള് കൂടുതൽ ആൺകുട്ടികളുമായിട്ട് അവിടെ സൗഹൃദത്തിൽ വന്നു. അവിടെ പഠിക്കുന്ന കാലം വിലാസിനിക്ക് പുതിയ അനുഭവമായിരുന്നു. പരീക്ഷ അടുപ്പിച്ച് ഒഴിവു കാലത്തൊക്കെ ടൈപ്പ്റൈറ്റർ ഉപയോഗിക്കാൻ സൗജന്യമായിട്ട് പ്രധാനാധ്യാപകൻ സമ്മതിച്ചു. അപ്പൊ ആ ഗുരുശിഷ്യ ബന്ധത്തിന് വലിയൊരു ദൃഢത ഉണ്ടായിരുന്നു. അവള് നല്ല പഠിക്കുന്ന കുട്ടി, അദ്ദേഹത്തിന് പഠിപ്പിക്കാനും ഇഷ്ടം. ഒരു ദിവസം അവള് ടൈപ്പ് ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ അവളുടെ പുറകിൽ വന്ന് ആ സാറ് പറയുകയാണ്, വിലാസിനിക്ക് പറ്റിയത് ഇതൊന്നുമല്ല, തലച്ചോറുള്ളവർ, നല്ല ബുദ്ധിയുള്ളവർ ഇതിന് വരുന്നത് നല്ലതല്ല, എന്തുകൊണ്ടാണ് കോളേജ് ചേരാത്തതെന്ന് ചോദിച്ചു. പണത്തിന്റെ കുഴപ്പം തന്നെ എന്ന് അവള് പുഞ്ചിരിയോടെ പറഞ്ഞിട്ട് വീണ്ടും ജോലി തുടർന്നു. അയാൾ ആ യന്ത്രത്തിന്റെ പുറത്ത് കൈവച്ച് ജോലി തടഞ്ഞിട്ട് ചോദിച്ചു, ആരെങ്കിലും സന്തോഷത്തോടെ പണം ചെലവാക്കാന്ന് വിചാരിക്കും? അപ്പൊ വിലാസിനി സമ്മതിക്കുന്നു. പെട്ടെന്ന് അവള് വിലാസിനി മുഖം ഉയർത്തി അയാളെ ഒന്ന് നോക്കി. അയാൾ അത് ഇതുവരെ അധ്യാപകനെ യന്ത്രങ്ങളുടെ കൂട്ടത്തിലെ ഒരു യന്ത്രമായിട്ടാണ് അവള് കരുതിയിരുന്നത്. പക്ഷെ അയാളുടെ മുഖത്തെ അപ്പോൾ കണ്ട ആ ഒരു തീക്ഷ്ണത കണ്ടപ്പോൾ അവള് പെട്ടെന്ന് വെളിയിലേക്ക് ഇറങ്ങിപ്പോയി. പിറ്റേന്ന് ചെന്നപ്പോൾ ഒന്നും സംഭവിക്കാത്ത പോലെ അവള് പെരുമാറി. ഒരു പരീക്ഷയ്ക്ക് ഒരാഴ്ച മുമ്പ് അവർക്ക് സോഷ്യൽ നടത്തി, കുട്ടികളുടെ ഒരു യാത്രയായിരുന്നു. അക്കൂട്ടത്തിൽ വിലാസിനിയെ പറ്റി പലരും പറഞ്ഞത് പുരുഷത്വം തികഞ്ഞ സ്ത്രീ എന്നാണ്. പ്രധാന അധ്യാപകൻ നിർവികാരത ഒരു നിമിഷം മാറ്റി പ്രാസംഗികനെ ഒന്ന് നോക്കി. പുറമെ കാണുന്ന അപ്പടി വിഴുങ്ങുന്ന വിശ്വസിക്കുന്ന വിഡ്ഢിയെന്ന് വിളിക്കുന്ന പോലെയായിരുന്നു അയാളുടെ അപ്പോഴത്തെ മുഖഭാവം. അന്നത്തെ കാപ്പി കുടിയൊക്കെ കഴിഞ്ഞ് സിഗരറ്റ് വിതരണം നടന്നപ്പോൾ വിലാസിനിയും ഒരാവശ്യക്കാരിയായിട്ട് കൈ നീട്ടി. അപ്പൊ അവള് വിദ്യാർത്ഥികളെ കളിയാക്കാനെ ഒരാൾ ഒരു പാക്കറ്റ് സിഗരറ്റ് തീപ്പെട്ടി അവളുടെ കൊടുത്തു. അവൾ അത് വെച്ച് വലിച്ച് കാണിക്കുകയാണ്. അപ്പൊ അതിനിടയിൽ ഇവളൊരു കള്ളിയാണെന്ന്, പുരുഷത്വം പോലും, ഈ പറഞ്ഞവൻ എന്തോ തിരക്കേടുണ്ട്, ലാസിയെ പോലെ സ്ത്രീത്വം ഒരു തീയിലും ഞാൻ കണ്ടിട്ടില്ല, എന്തിനാണ് ലാസി ഇങ്ങനെ അന്യരെ തെറ്റിദ്ധരിപ്പിക്കുന്നതെന്നൊക്കെ അന്നപൂർണി പറഞ്ഞു. അതിന് വിലാസിനി വായടച്ചിരുന്ന പുക അവളുടെ മുഖത്തേക്ക് വിട്ടിട്ട് പറഞ്ഞു, സ്ത്രീത്വം പുകയായിട്ട് വരുന്ന കണ്ടില്ലേ, പിടിച്ചോളൂ എന്ന് പറഞ്ഞു. അങ്ങനെ എല്ലാവരും അന്നപൂർണിയെ കളിയാക്കി. ആ സമയം കുറച്ച് വിദ്യാർത്ഥികൾ റോസാപ്പൂക്കൾ കൊണ്ടുവന്നു. ധൃതിയിൽ ഈ പൂക്കൾ ഇവര് തിരഞ്ഞെടുക്കുകയായിരുന്നു. അപ്പോൾ വിലാസിനി പറഞ്ഞു, എനിക്ക് പൂ വേണ്ട, ഒരു ഹാരം മതി എന്ന് പറഞ്ഞു. ഹാരം തരാം എന്ന് അയാൾ പറഞ്ഞു, ഇപ്പൊ പാടില്ല, പക്ഷെ നല്ല മുഹൂർത്തം നോക്കി തരാം. അപ്പൊ ആ ആശാങ്കം കളഞ്ഞേരെന്ന് പറഞ്ഞിട്ട് വിലാസിനി, അപ്പൊ ഒരു സ്വാതന്ത്ര്യത്തിൽ അങ്ങേയറ്റം വിശ്വസിക്കുന്ന തന്റെ അടിയൊരു പെൺകുട്ടിയാണ് വിലാസിനി. അപ്പൊ അയാൾ പോയപ്പോ ഒരു കുട്ടി പറയാണ്, വിലാസിനി എത്ര കൂസലില്ലാതെയാണ് മറ്റുള്ളവരോട് ഉത്തരങ്ങൾ പറഞ്ഞത്. അപ്പോൾ വിലാസിനി ചോദിക്കുന്നത്, എന്തിനാണ് ലജ്ജിക്കുന്നത്, നമുക്കിത് സ്കൂളാണ്, അയാളുടെ മണിയറയാണോ ഇത്? അപ്പൊ അതിന് പറ്റിയ ഉത്തരം ഞാൻ പറഞ്ഞു. അന്നത്തെ വിശേഷം എല്ലാം കഴിഞ്ഞ് വീട്ടിൽ പോകുന്ന വഴി വിലാസിനി തനിച്ചായപ്പോൾ ആ മാല കൊടുക്കാമെന്ന് പറഞ്ഞ വിദ്യാർത്ഥി പറഞ്ഞു, ഞാനത് കളിയായി പറഞ്ഞതല്ല, എന്റെ ആശയാണ് നിനക്ക് മാല ഇടണം. കുട്ടി പറഞ്ഞ സാരമല്ല, വിലാസിനി നടന്നുകൊണ്ട് പറഞ്ഞു, പിന്നെ ഉപദ്രവിച്ചത് പോരാഞ്ഞിട്ട് ഇനി എന്നെ നിന്ദിക്കുകയും കൂടെ ചെയ്യരുത്. അപ്പൊ പരീക്ഷാ ഫലം പുറത്തായപ്പോൾ അഭിനന്ദനം അറിയിക്കാൻ വ്യോമകേശൻ വിലാസിനിയെ കണ്ടു. ഭാവി ജീവിത ചർച്ചകളുടെ കൂട്ടത്തിൽ അയാൾ വിവാഹാലോചന പറഞ്ഞു. അപ്പോൾ അവൾ നിസ്സാര മട്ടിൽ പറഞ്ഞു, ഇതൊന്നും എനിക്ക് ആലോചിക്കാവുന്നതല്ല. അങ്ങനെ യാത്ര പറഞ്ഞു പോയ വ്യോമകേശൻ ഒരു മാസം കഴിഞ്ഞ് തങ്ങളുടെ സഹോദര ബന്ധത്തിന്റെ പരിശുദ്ധിയെ പറ്റി ഒരു കത്ത് അവൾക്ക് അയച്ചു. അവള് അത് വായിച്ച് ആശ്വാസപൂർവ്വം ചിരിച്ചു. അവളെ ഒരു സഹോദരിയായിട്ട് അയാൾ അംഗീകരിക്കുകയാണെന്നാണ് പറഞ്ഞത്. സാഹോദര്യമല്ല നമ്മുടേത്, കാരണം സാഹോദര്യത്തിലും ആൺപെൺ വ്യത്യാസം ശ്രദ്ധിക്കപ്പെടും. നമ്മുടേത് സൗഹാർദ്ദം, ബുദ്ധിശക്തികളുടെ ആകർഷണമാണെന്ന് അവൾ പറഞ്ഞു. അപ്പൊ വ്യോമകേശം വിവാഹം കഴിച്ച ശേഷം വിലാസിനിയുടെ സഹികളെല്ലാം അയാളോടത് പറഞ്ഞു. അന്നപൂർണി സ്വകാര്യം ചോദിച്ചു, എന്തിനാ രാശി അയാളെ പറ്റിക്കുന്നത്? ഞാൻ അയാളെ ഞാൻ അയാളെ എന്ത് വഞ്ചന ചെയ്തു എന്ന് പറഞ്ഞ് വിലാസിനി ചിരിച്ചു. അധികം താമസിക്കാതെ വിലാസിനിക്ക് ടൈപ്പ്റൈറ്ററായിട്ട് ജോലി കിട്ടി. അപ്പൊ വേറെ സൗകര്യം അവിടെ മുറിയിൽ ഓഫീസിൽ ഇല്ലാത്തതുകൊണ്ട് മാനേജറുടെ മുറിയിലാണ് അവൾക്ക് ഇരിക്കാനുള്ള സ്ഥലം ഒരുക്കിയത്. ഒരു 55-കാരന്റെ രൂപഭാവങ്ങളോട് കൂടി അവിവാഹിതനായിരുന്നു ആ മനുഷ്യൻ. പക്ഷെ അയാൾ ചെറുപ്പക്കാരനാണ്. സ്ത്രീകളോട് അയാൾക്ക് വിദ്വേഷമാണോ അശ്രദ്ധയാണോ എന്ന് ആർക്കും തീർച്ചയില്ല. എന്തായാലും വിലാസിനി അയാളുടെ കീഴിൽ കഷ്ടപ്പെടുമെന്ന് എല്ലാവരും അഭിപ്രായപ്പെട്ടു. പക്ഷെ വിലാസിനിയുടെ പെരുമാറ്റം കാരണം അന്യനായ പുരുഷന് അസ്വാതന്ത്ര്യം ഉണ്ടാകുന്ന സ്ത്രീയാണെന്ന് അയാൾക്കൊരു അനുഭവം ഉണ്ടായി. അപ്പൊ ജോലിയിൽ പുരുഷന്മാർക്കൊപ്പം ജാഗ്രത, കൃത്യമായ കാര്യങ്ങൾ തുറന്നു പറയുന്ന ശീലം, ഇതൊക്കെ അവൾക്ക് ഉണ്ടായിരുന്നു. ഇതൊന്നും അയാൾ ഒരു സ്ത്രീയിൽ നിന്ന് പ്രതീക്ഷിച്ചില്ല. ഒരു ദിവസം അയാൾ അയാളുടെ ഒരു സ്നേഹിതന്റെ ആവശ്യത്തിനെന്ന് പറഞ്ഞ് അവളെ കൊണ്ടൊരു ലേഖനം ടൈപ്പ് ചെയ്യിപ്പിച്ചു. അതൊരു പുരുഷ വിദ്വേഷിയായ പുരുഷൻ പശ്ചാത്താപ വിവശനായി ഒരു സ്ത്രീയോട് പ്രേമ അഭ്യർത്ഥന നടത്തുന്ന രീതിയിലുള്ളതായിരുന്നു അത് ടൈപ്പ് ചെയ്ത് തിരിച്ച് അവള് ഉച്ചയ്ക്ക് കഴിക്കാൻ വേണ്ടി തിരിച്ചു വന്നപ്പോൾ ഈ ടൈപ്പ് ചെയ്ത സാധനം അവളുടെ ടേബിളിന്റെ പുറത്തുണ്ടായിരുന്നു. വീണ്ടും അവളെടുത്ത് അത് അയാളുടെ ടേബിളിലേക്ക് വെച്ചു.
അപ്പൊ എന്തെങ്കിലും അവൾ ആലോചിക്കണം, തന്റെ കൂടെയുള്ള മാനേജറോട് തന്റെ പെരുമാറ്റത്തിൽ കൂടുതൽ സൗഹൃദമൊന്നും താൻ കാണിച്ചിട്ടില്ല. ഒരു പുരുഷൻ മറ്റൊരുത്തരോട് പെരുമാറുന്ന പോലെയാണ് താൻ അയാളുമായിട്ട് പെരുമാറിയത്. അപ്പൊ എന്താണ് ഇങ്ങനെ പുരുഷന്മാരെല്ലാം പെട്ടെന്ന് പ്രേമത്തിലേക്ക് വഴുതി വീഴുന്നതെന്ന് അവൾ ചിന്തിച്ചു. പിറ്റേന്ന് അവൾ ഓഫീസിൽ ചെന്നപ്പോൾ അയാളുടെ ആ പ്രേമലേഖനം അവളുടെ മേശപ്പുറത്ത് ഇരിക്കുന്നു. അവള് കടലാസ് എടുത്ത് അയാളോട് ഗൗരവത്തിൽ ചോദിച്ചു, എന്നെ കൊണ്ട് എന്താണ് ജോലി ചെയ്യിപ്പിച്ചത്, അങ്ങ് കീറി കളയട്ടെ എന്ന് ചോദിച്ചു. അയാൾ നിശബ്ദം അവളെ നോക്കി. ആ നോട്ടം അവളുടെ ഹൃദയത്തെ സ്പർശിച്ചതേ ഇല്ല. അത്ര വാചാലമായി നോക്കാനുള്ള കഴിവിനെ അവൾ ബുദ്ധി കൊണ്ട് അഭിനന്ദിച്ചു. കൊള്ളാം, അയാളുടെ നോട്ടം കൊള്ളാം. പക്ഷേ തന്റെ ഹൃദയ ദൗർബല്യത്തെ അവൾ പരിഹസിക്കണമെന്ന് അയാൾക്ക് തോന്നി. അനുകമ്പ പോയിട്ട് ഒരു വാക്ക് പോലും അവൾ പറയുന്നില്ല. കഠിനമായ വേദന അയാളുടെ മുഖത്ത് തെളിഞ്ഞപ്പോൾ അവൾ ഗൗരവം മാറ്റി ചിരിച്ചുകൊണ്ട് കടലാസ് കീറിക്കളഞ്ഞിട്ട് പതിവിൻപടി ജോലി തുടങ്ങി. അപ്പൊ അന്ന് ഉച്ചയ്ക്ക് വിലാസിനിയുടെ ഒരു സുഹൃത്ത് അവളുടെ അടുത്ത് വന്നു. സാറാമ്മയായിരുന്നു അവളുടെ പേര്. അവളുടെ പ്രേമകഥ പറയുകയാണ്. അപ്പൊ പ്രേമത്തിന്റെ പേരിൽ അയാൾക്ക് ഭാര്യയും കുട്ടിയും ഉള്ള ഒരാളിനെയാണ് അവൾ പ്രണയിക്കുന്നത്. വേറെ ജാതിക്കാരാണ്. എന്നാൽ അവളുടെ സുഖത്തിന് വേണ്ടി അവള് എല്ലാം ത്യജിച്ച് അയാളെ വിവാഹം കഴിക്കാൻ പോകുന്നു എന്നാണ് പറഞ്ഞത്. അങ്ങനെ പറഞ്ഞ സാറാമ്മയുടെ സ്നേഹം കുറ്റമാണെന്ന് അയാൾക്കറിയാം, കൂടുമെന്ന് അയാൾക്കറിയാം. വിളിച്ചു പറയുമ്പോൾ ഭോഗത്തിന്റെ ഫലം, നിശബ്ദമായി ചെയ്യുന്ന ത്യാഗം. പക്ഷെ എങ്ങനെയാണ് ഇത് തുടങ്ങിയതെന്ന് ചോദിച്ചപ്പോ സാറാമ്മ പറയുന്നു, ഒരു ദിവസം ഞാനൊന്ന് അയാളെ പരിചയപ്പെട്ടു. എന്റെ കയ്യിൽ എന്തോ തന്നപ്പോ എന്റെ കയ്യിൽ തൊട്ടു. ആ കൈ കളങ്കപ്പെട്ടതിൽ എനിക്ക് സങ്കടമുണ്ടെന്ന് അയാൾ പറഞ്ഞു. പിന്നെ ദാമ്പത്യത്തിൽ അയാളുടെ ദുരിതങ്ങളെല്ലാം എന്നെ പറഞ്ഞു കേൾപ്പിച്ചു. അപ്പോ അപഹസിക്കേണ്ട അടുത്ത് സാറാമ്മ അനുകമ്പ കാണിച്ചു. അയാൾ ചീത്തത്തരങ്ങളിൽ മുഴുകി നടക്കുന്നവനാണ്. അങ്ങനെ ആയിരുന്നു. പക്ഷെ ഇന്ന് ഞാൻ നിമിത്തം ഒരാൾ നന്നാവുകയാണെങ്കിൽ നന്നായിക്കൊട്ടെ. അപ്പൊ ഞാൻ അയാളെ ഇഷ്ടപ്പെടുകയാണെന്ന് സാറാമ്മ പറയും. ഇന്ന് ഞങ്ങൾ കടൽക്കരയിൽ വെച്ച് കണ്ടപ്പോൾ അയാൾ പറഞ്ഞത്, നീ പറഞ്ഞാൽ ഞാൻ കടലിൽ വേണമെങ്കിലും ചാടാമെന്ന്. അപ്പോൾ കടലിൽ ചാടാനൊന്ന് പറഞ്ഞു നോക്കാത്ത എന്ത്? അയ്യോ, കടലിൽ കൈകാലിട്ടടിക്കുന്ന കമിതാക്കളെ സങ്കല്പിച്ച് സാറാമ്മയുടെ കരള് വിളർന്നുപോയി. അപ്പൊ അവള് പറഞ്ഞു, ഞാൻ പറഞ്ഞനുസരിച്ച് ചാടിയാൽ എന്ത് മനസ്സിലാക്കാം, അയാൾക്ക് കടലിൽ നീന്താൻ അറിയാമെന്ന്. സാറാമ്മ സ്തംഭിച്ചിരുന്നു. അപ്പൊ വിലാസിനി പറയണ, കർത്തവ്യത്തിന് ഒന്നാം സ്ഥാനം കൊടുത്ത് ബുദ്ധിപൂർവ്വം നിയന്ത്രിക്കേണ്ടതിന് പകരം വികാരത്തിന് അടിമപ്പെട്ട് എടുത്തു ചാടുന്നത് എനിക്കിഷ്ടമല്ല. സാറാമ്മയുടെ അച്ഛനമ്മമാരെ കുറ്റപ്പെടുത്താതിരിക്കുന്ന നിവൃത്തിയില്ല. 22 വയസ്സായ മകളുടെ ശരീരത്തിന്റെയും മനസ്സിന്റെയും ആവശ്യം അറിഞ്ഞവര് പെരുമാറിയിട്ടില്ല. അപ്പോൾ സാറാമ്മ, നീ എന്താണ് പറയുന്നത് എന്നെ കുറിച്ച്? നിനക്ക് എത്ര ദേഷ്യം വന്നാലും ഇല്ല, ഞാൻ പറഞ്ഞത് തെറ്റാണെന്ന് ഞാൻ ഒരിക്കലും സമ്മതിക്കില്ല. അപ്പൊ എന്തായാലും സാറാമ്മയുടെ വീട്ടുകാർ അവളുടെ ഇഷ്ടം നോക്കാതെ അവളെ തെരഞ്ഞെടുത്ത് ഒരാളിന് വിവാഹം ചെയ്തു കൊടുത്തു. വിവാഹം കഴിഞ്ഞ് 2-3 ആഴ്ച കഴിഞ്ഞ് സാറാമ്മയുടെ കാണാൻ ചെന്ന വിലാസിനിയോട് പുതിയ ഭർത്താവിന്റെ വിശേഷങ്ങൾ മാത്രമാണ് അവൾ പറഞ്ഞത്. അപ്പൊ ഇതൊക്കെ ഓർത്ത് വിലാസിനി ചിരിച്ചു. താൻ കാരണം ഒരു വിവാഹിതനായ പുരുഷന്റെ ജീവിതം രക്ഷപ്പെട്ടല്ലോ എന്നൊക്കെ അവള് ചിന്തിച്ചു. പിന്നെയും പലരും പ്രണയകാര്യത്തിൽ അകപ്പെടുമ്പോഴെല്ലാം അവർക്ക് ഉപദേശം കൊടുത്തിരുന്നത് വിലാസിനിയാണ്. ശാശ്വതവും ദിവ്യവുമായ പ്രേമമൊന്നൊന്നില്ലെന്നും സ്നേഹത്തിന് പ്രതിസ്നേഹം പോലും ഇല്ല, സംതൃപ്തി പോലും ഇല്ല എന്നൊക്കെ അവള് പറഞ്ഞു. അപ്പൊ ഒടുവിൽ അവളുടെ സഹായം ആരാഞ്ഞ് വരുന്നവരോടൊക്കെ മറ്റൊരാളുടെ തലയിൽ നിന്നുണ്ടാകുന്നതല്ല ഇക്കാര്യത്തിൽ തീർച്ച, നിങ്ങൾ തന്നെ അത് നിങ്ങളുടെ മനസ്സിന്റെ പ്രേരണ അനുസരിച്ച് നിങ്ങൾ പ്രണയത്തിന്റെ കാര്യങ്ങൾ തീരുമാനിക്കണമെന്ന് അവള് പറഞ്ഞു. പക്ഷെ ജീവിതം ഉത്തരവാദിത്തപ്പെട്ടതാണ്. അതിൽ കുട്ടികളെ വളർത്തുന്നത് വളരെ ഉത്തരവാദിത്തമുള്ളതാണ്. അതൊക്കെ നാം കൃത്യമായി ചെയ്യണമെന്ന് അവള് പറയും. അവളുടെ ഒരു കൂട്ടുകാരി ഏതാണ്ട് ഇതേ അഭിപ്രായമുള്ള വിജയലക്ഷ്മി ഉണ്ടായിരുന്നു. അവൾ ആദ്യകാലത്ത് മധുരമായ ഒരു ദാമ്പത്യമാണ് നയിച്ചിരുന്നത്. ക്രമേണ അവൾക്ക് ഒരു അസംതൃപ്തി തോന്നി തുടങ്ങി. ഒരു ദിവസം അവൾ വിലാസിനിയോട് പറഞ്ഞു, ഇംഗ്ലീഷിൽ ഉള്ളൊരു വാക്കില്ല, എന്റെ അർത്ഥം ഞാൻ അനുഭവം. എപ്പോഴും തളർച്ച, ശരീരത്തിന്റെ അല്ല ബുദ്ധിയുടെ. ഒന്നാമതായി ജയിച്ച് സ്വർണ്ണ മെഡൽ കിട്ടിയ കുട്ടികൾക്ക് മരുന്നരിച്ചു കൊടുക്കാൻ ഉപയോഗപ്പെട്ടു. പക്ഷെ ജയിക്കാനിടയ ബുദ്ധിശക്തി ഒരു പ്രയോജനമില്ലാതെ തുരുമ്പെടുത്തു പോകുന്നു. പുരുഷന്മാർക്കാണെങ്കിൽ അവസാനം തലച്ചോറ് കൊണ്ട് ആവശ്യമുണ്ട്. ഉപജീവനത്തിനും വേണ്ടി ഇത്തലാകാൻ ജനിച്ച. അപ്പം എനിക്ക് ബുദ്ധി കൂടിയ നല്ലതായില്ല എന്നൊക്കെ അവൾ ഒരു അസംതൃപ്തമായ മനസ്സോടെ സംസാരിച്ചു. അപ്പം വിലാസിനി ചോദിച്ചു, ഭർത്താവിനെ എന്തെങ്കിലും സഹായിച്ചുകൂടെ? ഭർത്താവിനെ സഹായിക്കുന്നു. അയാൾക്ക് പെണ്ണിനെ പറ്റി മതിപ്പില്ല. രാത്രി നേരത്തെ വീട്ടിൽ വരാനും ശമ്പളം പണം കണ്ടമാനം കട്ടെടുക്കാനും അല്ലാതെ മറ്റെന്തിനാണ് ഭാര്യ? വിലാസിനി കുറച്ചു നേരം മിണ്ടാതിരുന്നിട്ട് ചോദിച്ചു, എങ്കിൽ എന്താണ്? എന്റെ മകൾക്കും ഇത് തന്നെ ആയിരിക്കില്ലേ അവസ്ഥ എന്നാണ് ഞാൻ ചിന്തിക്കുന്നതെന്ന് വിജയലക്ഷ്മി പറഞ്ഞു. അപ്പൊ വളരെ ശ്രദ്ധിച്ചു വേണം വിവാഹ ജീവിതത്തിൽ ആളിനെ തിരഞ്ഞെടുക്കാനെന്നാണ് പറഞ്ഞത്. വിലാസിനി നിസ്സാര ഭാവത്തിൽ ചിരിച്ചു. വിജയലക്ഷ്മി പറഞ്ഞു, ചിരിക്കേണ്ട, ചിരിക്കാനുള്ള കാര്യമല്ല. സമുദായത്തോടും വീടിനോടും ആചാരങ്ങളോടും സ്ത്രീ ശക്തിയായി കെട്ടുപിണഞ്ഞു കിടക്കുകയാണ്. പുരുഷൻ അങ്ങനെയല്ല. അതുകൊണ്ട് വ്യക്തി എന്ന നിലയിൽ ഉയരാൻ ഇടം കൊടുക്കുന്ന, പ്രേരിപ്പിക്കുന്ന തീക്ഷ്ണമായ ബുദ്ധി സ്ത്രീകൾക്ക് അനാവശ്യം മാത്രമല്ല
ഉപദ്രവവും കൂടെയാണ്. അവനവനും അന്യർക്കും. ഒരുപക്ഷെ ഒരു വളർന്നു ഉയരുന്ന സാംസ്കാരിക മണ്ഡലത്തിൽ ജനിച്ചാൽ എവിടെ ജനിച്ചാലും സ്ത്രീക്ക് ബുദ്ധി വേണ്ടെന്നും ഇല്ലെന്നും ഉള്ള വിശ്വാസം ഉറച്ചുപോയി. വീട് ഭരിക്കുക, പരദൂഷണം പറയുക, വേഷം നന്നായിട്ട് ഇടുക, ഇതിനൊക്കെ എന്തിനു ബുദ്ധി? തലച്ചോറുള്ള ബുദ്ധി ഒരു നിയമമല്ല, അപവാദമാണ്. എന്ന് വെച്ചാൽ വിലാസിനി ചിരിച്ചുകൊണ്ട് ചോദിച്ചു, അപവാദങ്ങൾ കേൾക്കേണ്ടവളെന്നാണ് അർത്ഥമല്ലേ? അതെ, കാര്യത്തിനിടയിൽ കളി പറഞ്ഞതുകൊണ്ട് വിജയലക്ഷ്മി ദേഷ്യത്തോട് പറഞ്ഞു. അക്കാര്യം വിലാസിനി ധാരാളം അനുഭവിച്ചറിയുന്നുണ്ടല്ലോ. അതായത് ഇതിവിടെ പെൺബുദ്ധി എന്നതിനകത്ത് ഇതൊരു പ്രത്യേകിച്ച് സരസ്വതി അമ്മയുടെ കഥകളെല്ലാം സ്ത്രീ സ്വാതന്ത്ര്യത്തിന് പ്രാധാന്യം കൊടുത്തുകൊണ്ടുള്ളതായിരുന്നു. അപ്പൊ ഇവിടെ പുരുഷന്മാരെ പോലെ പെരുമാറുന്ന ഒരു പെൺകുട്ടിയാണ് വിലാസിനി. അപ്പോൾ സമൂഹത്തിൽ സ്ത്രീക്ക് ബുദ്ധി ആവശ്യമില്ലെന്ന് ഉള്ള ആ ഒരു മനുഷ്യന്റെ ഈഗോ ഉണ്ടല്ലോ, പുരുഷന്റെ ഒരു ഈഗോ, അതിനെ കുറിച്ചാണ് ഈ കഥ ചർച്ച ചെയ്യുന്നത്. അടുത്ത ക്ലാസ്സിൽ കാണുന്നവരെ സ്നേഹത്തോടെ ഷീബിളി.